ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കുറേ നല്ല ചോദ്യങ്ങളുണ്ട്. ഉറപ്പായിട്ട് ഇത് പരീക്ഷയ്ക്ക് വന്നിരിക്കും. നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. നല്ലൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക്. ഉറപ്പായിട്ട് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും. അത് നിങ്ങളോട് ഉറപ്പ് പറയുന്ന ഒരു കാര്യമാണ്. കുറേ നല്ല ചോദ്യങ്ങളുണ്ട്, പരീക്ഷയ്ക്ക് ആവർത്തിച്ച ചോദ്യങ്ങളും എല്ലാം കൂടെ മിക്സാക്കി ഒരു കൺഫ്യൂസിങ് ഫാക്ട്സ് പോലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നിയ കുറേ കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും എഴുതിയെടുക്കണം. നിങ്ങൾക്കത് പ്രയോജനപ്പെട്ടിരിക്കും. കാരണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടത് വന്നിരിക്കും. കുറച്ച് റിവിഷനും ഉണ്ടായിരിക്കും. അപ്പോൾ ആവശ്യകത നിങ്ങളുടെയാണ്. പരീക്ഷകൾ എത്താറായിട്ടുണ്ട്. പരീക്ഷകൾ ഇനി എത്തിക്കഴിഞ്ഞിട്ട് കിടന്ന് വെപ്രാളപ്പെടരുത്. ആത്മാർത്ഥമായിട്ട് ടെൻഷൻ ഇല്ലാതെ ഫ്രീ ആയിട്ട് പഠിക്കണേ. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ഇന്നൊന്നും അധികം മോട്ടിവേഷൻ ഒന്നും തരുന്നില്ല. ഓരോരുത്തരോട് പറയുന്നത് എന്നും എല്ലാ പ്രാവശ്യവും എൻ്റെ ഒരു വീഡിയോയുടെ ആദ്യത്തെ 5 മിനിറ്റ് എന്തെങ്കിലുമൊക്കെ ഞാൻ പറയുന്നത്. കാരണം എന്നെ പോലുള്ളവരായിരിക്കും, ഞാനും പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ആരെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ ഒരു ചില മാറ്റങ്ങളുണ്ടാവും. ചിലപ്പോൾ വിഷമിച്ച് കുത്തിയിരിക്കും, ചിലപ്പം വീട്ടിലെ പ്രശ്നം, ചിലപ്പം പ്രശ്നങ്ങൾ കാരണം, അല്ലെങ്കിൽ ലോണിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ അച്ഛൻ്റെ അസുഖം, അല്ലെങ്കിൽ അച്ഛൻ വഴക്ക് പറഞ്ഞ, അല്ലെങ്കിൽ അമ്മയായിട്ട് പ്രശ്നം, ഭർത്താവുമായിട്ട് പ്രശ്നം, അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും മനസ്സിലൊരു ആശ്വാസവാക്കുമായിട്ട് ഒരാൾ വരുന്നത്. എന്തായാലും എൻ്റെ ആവശ്യമില്ല, ഒരു ജോലി കിട്ടിയേ പറ്റൂ, അപ്പോൾ ഞാൻ എഴുന്നേൽക്കാം എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് നിങ്ങളോടും പറയുന്നത് അതാണ്, എഴുന്നേൽക്കണം. നിങ്ങൾ കിടന്നു പോയാൽ അവിടെ കിടക്കാൻ പിടിച്ചുണർത്താൻ ആരും കാണത്തില്ല. പിടിച്ച് തനി ഒന്ന് ഉണർന്നു നോക്കി നിങ്ങൾ നിന്ന് നോക്കുക, മൊത്തം ആൾക്കാരായിരിക്കും. പക്ഷെ കിടക്കുന്നവന് ഒരിക്കലും, പണം ഉള്ളവനെ നമ്മുടെ സമൂഹത്തിൽ സ്ഥാനമുള്ളൂ. നിങ്ങൾ ഇനി എന്തെന്ന് പറഞ്ഞാലും നിങ്ങളെ കയ്യിൽ 10 ദിവസം പൈസ ഇല്ലാതിരുന്നു ഒക്കെ നിങ്ങളുടെ യഥാർത്ഥത്തെ കൂട്ടുകാരെ നിങ്ങൾക്ക് അന്നേരം തിരിച്ചറിയാം. അവരെല്ലാം അവരുടെ വഴിക്ക് പോകുന്നതാണ്. പക്ഷെ നിന്നോട് ഒരുവിധ പണവും ഉണ്ട്, നിന്റെ കാര്യങ്ങളെല്ലാം നല്ലോണം നടക്കുന്നു, എല്ലാവരുമായിട്ട് സഹകരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ആൾക്കാരും കൂടും. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, അതിലേക്ക് അടുക്കും. നിങ്ങൾക്കും ഒരു സന്തോഷമായിരിക്കും അല്ലേ. ഒരു ജോലിയുണ്ട്, കാര്യങ്ങളെല്ലാം പോകുന്നു കൃത്യതയോട്. ഈ ജോലി ഇല്ലാത്തവരുടെ അവസ്ഥകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓരോ കാലഘട്ടത്തിലെയും മക്കളെ എങ്ങനെ വളർത്തണമെന്നും, ഓരോ പ്രൈവറ്റ് ജോലിക്ക് പോയിട്ട് ആ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോയിട്ട് ആ കൊണ്ടുവരുന്ന നിശ്ചിത പൈസ ഉപയോഗിച്ച് ഒരു ദിവസത്തെ കഴിയുന്നതും, അസുഖങ്ങൾ വരുമ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോഴും ഒക്കെ, പിന്നെ പൊതുസമൂഹമായിട്ട് ഇടപെടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പലർക്കും. പക്ഷേ അവരോടൊക്കെ ഞാൻ എപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരു ഗവൺമെൻറ് ജോലിയും വേണം, പ്രൈവറ്റ് ജോലിയും വേണം. കുറച്ച് ആൾക്കാർ ഗവൺമെൻറ് ജോലിയിൽ പോകും, കുറച്ച് പേർക്കാർ പ്രൈവറ്റ് ജോലിക്കും പോകും. പക്ഷേ ഈ പ്രൈവറ്റ് ജോലിയിൽ ഇച്ചിരി ജോലി താന്നിപ്പം കൂലിപ്പണിക്കൊക്കെ പോകുന്നവരുണ്ടല്ലോ, സാധാ ജോലിക്ക്, അവരുടെ മനസ്സിൽ വിചാരം ഇവർക്ക് ഏതോ വലിയ ഇതാണ്. ഞാൻ എപ്പോഴും പറയും, ഞാൻ പലപ്പോഴും എൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ, ഒന്നുമില്ലടാ, ഞങ്ങൾ ഇങ്ങനെ, ചിലവർ പഠിക്കുന്നു, ചിലവർ നിങ്ങളുടേതായ പ്രൊഫഷനിൽ നിൽക്കുന്നു. നിങ്ങൾ ഇപ്പം എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിച്ച കുറേ പേരുണ്ട് കൂലിപ്പണിക്ക് പോകുന്ന. കൂലിപ്പണി എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ പണിക്ക് കല്ല് വെട്ടാൻ പോകുന്നവർ, അല്ലെങ്കിൽ വീട് വെക്കുന്നവർ. ഇതെന്ന് പറഞ്ഞാൽ ഇതൊന്നും നെഗറ്റീവുള്ള ജോലിയല്ല. അത്രയും കഴിവുണ്ടായിട്ട് അവർ ഈ പെരുവെയിലത്ത് നിന്നാലും അവർ അത്രമാത്രം കെട്ടിപ്പോകുന്നു. ഈ കോൺട്രാക്ട് വർക്കുമാർ, അല്ലെങ്കിൽ കാർപ്പൻ്റർമാർ, പെയിൻറ്റിങ് തൊഴിലാളി, ഇവരുടെയൊക്കെ മനസ്സിലെ വിചാരം എന്താ, ഇതൊക്കെ മോശം ജോലിയാണ്. ഇത് നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാർ, ഞാൻ എപ്പോഴും എൻ്റെ കൂട്ടുകാർ, ഞങ്ങളൊക്കെ ഈ ഒരുമിച്ച് കൂടാറുണ്ട്, 10ാം ക്ലാസ്സിൽ പഠിച്ചവരൊക്കെ. അപ്പോഴേ ഞാനൊക്കെ കൂടെ ചെന്നിരിക്കുമ്പോഴൊക്കെ അവർ ചോദിക്കുന്ന ഒരു ഭാഗം, നിങ്ങളൊക്കെ എൻ്റെ അടുത്തൊക്കെ, ഞങ്ങളുടെ അടുത്തൊക്കെ വന്നിരിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നത്, തമാശയായിട്ട് ചോദിക്കുകയാണെങ്കിലും. അപ്പോൾ ഒരുത്തവും മനസ്സ് തുറന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, ഞങ്ങളൊക്കെ നിങ്ങളെ കാണുമ്പം അവരൊക്കെ വലിയ പഠിത്തക്കാർ. ഞങ്ങളുടെ അങ്ങനെയൊന്നുമില്ല, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഓരോരുത്തർക്കും ഓരോ പ്രൊഫഷൻ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും ഒരാളുടെ മനസ്സ് മാറിയിട്ടില്ല. പഴയ പ്രദീപ് തന്നെ, നമ്മളിവിടെ പഠിച്ച കൂട്ടുകാരൻ തന്നെ. അല്ലാതെ ഞാൻ വലിയ തലക്കുറവുള്ളവനാണ്, ഞാൻ വലിയ വിദ്യാഭ്യാസം ഉള്ളവനാണ്, ഞാൻ വലിയ ഉദ്യോഗസ്ഥനാണ് എന്നും പറഞ്ഞ് ഞാൻ വെച്ചുകൊണ്ടിരുന്നിട്ട് എന്തോ ചെയ്യാനാ? എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചുള്ള സന്തോഷമാണ്. ചിലവർ അങ്ങനെ വ്യത്യാസം കാണുന്നുണ്ട്, നമ്മൾ സമൂഹത്തിൽ കാണുന്നുണ്ട്, ഞാൻ ജോലി കിട്ടിക്കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളാണ് എന്നൊക്കെ. അതൊന്നും നോക്കരുത്. അങ്ങനെ ഇടപെടുന്നവരെ കളയുക, അവരെ നോക്കുകയേ ചെയ്യേണ്ട. നിങ്ങളുടെ സന്തോഷത്തോടെ നിൽക്കുന്നവരെ നിങ്ങൾ കൊണ്ടു കിടക്കും. അതുപോലെ നിങ്ങളോടും എനിക്ക് എടുത്ത് പറയാനുള്ളത്, മുന്നോട്ടുള്ള യാത്രകളിൽ നിങ്ങൾ ഇത്രയൊക്കെ പഠിച്ചു ചേർത്ത് നല്ലൊരു ജോലി നേടുക. അച്ഛനും അമ്മയൊക്കെ ആഗ്രഹിക്കുന്നില്ലേ, അവനെ ഇത്രയും പഠിച്ചില്ലേ, ഒരു ജോലി കിട്ടണേ. അവർ പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളുടെ പഠിത്തമൊക്കെ കാണുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന്, ചില അമ്മമാർ എത്ര അടുത്താണ് വഴിപാടൊക്കെ നേരുന്നതെന്ന് അറിയാമോ? ജോലി കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇന്ന അമ്പലത്തിൽ പോകാം, ഇന്ന അമ്പലത്തിൽ നേർച്ച ചെയ്യാൻ. ഞാൻ എപ്പോഴും കേൾക്കാറുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും ഞാൻ പഠിപ്പിക്കുമ്പോൾ പല രക്ഷിതാക്കളും എൻ്റെ അടുത്ത് പറയാറുണ്ട്, അവന് കിട്ടുമോ സാറേ, അവൻ രാത്രിയിലും രാവിലെയൊക്കെ ഇരുന്ന് പഠിക്കും, രാത്രി 3 മണിക്കും 4 മണിക്കും ഒക്കെ ഞാൻ കട്ടൻ ചായ ഒക്കെ ഇട്ട് കൊടുക്കും സാറേ, എൻ്റെ മോന് കിട്ടുമോ? ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാരണം ഞാൻ പറയും, പഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും. അവന് വാശിയുണ്ട്, കയറി വരാൻ പറ്റും. അതുകൊണ്ട് ഓരോരുത്തരോടും പറയുകയാണ്, നിങ്ങളുടെ മുമ്പിലേക്ക് നല്ല അവസരങ്ങൾ വരികയാണ്, ആ അവസരങ്ങൾ പാഴാക്കരുത്. ഇന്നത്തെ നല്ലൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. നല്ല ഉറപ്പായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്ക് തുടങ്ങാം ഇന്നത്തെ അംഗം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിലേക്ക് ഓർമ്മയുണ്ടായിരുന്നോ? കഴിഞ്ഞ ആഴ്ചയിലേക്ക് ഓർമ്മയുണ്ടോ? ജസ്റ്റ് ഒന്ന് റിവിഷൻ നടത്തി നോക്കട്ടെ, ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ,
വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വന്നത് 1498 മെയ് മാസം 20 ഏത് കപ്പലിലാണ് വന്നത്? സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലിൽ. മാനുവൽ രാജാവിന്റെ ഉപദേശപ്രകാരമല്ലേ അദ്ദേഹം വന്നത്? ആണ്. കറുത്ത പൊന്ന് എന്ന് വിളിക്കുന്ന എന്തിനെയാ? കറുത്ത പൊന്ന് യവനപ്രിയ എന്നൊക്കെ വിളിക്കുന്നത് കുരുമുളകിനെയല്ലേ? ഇന്ത്യയിൽ കുരുമുളക് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകക്കാരാണ്. ഇന്ത്യയിൽ കുരുമുളക് ഏറ്റവും കൂടുതൽ ആരാണ്? കർണാടകക്കാരാ. അതുപോലെ കേരളത്തിൽ കുരുമുളക് ഇടുക്കിയിലാണ്. കേരളത്തിൽ കുരുമുളക് എവിടെ? ഇടുക്കിയിൽ. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂരാണ്. കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പന്നിയൂർ. ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടാന്നറിയാമോ? അമ്പലവയൽ. വയനാട്ടിലെ അമ്പലവയലാണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം. കാപ്പി ഗവേഷണ കേന്ദ്രവും വയനാട്ടിൽ തന്നെ, ചൂണ്ടേൽ. കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? വയനാട്ടിൽ തന്നെ ചൂണ്ടയിലാണ് കാപ്പി ഗവേഷണ കേന്ദ്രം. ഓക്കെ. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, തൃശ്ശൂര് കണ്ണാറ. അപ്പൊ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കണ്ണൂര് പന്നിയൂര്. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അത് കണ്ണാറയാണ്. ഏത്തവാഴ. കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടാന്നറിയാമോ? കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയമാണ്. ഏതായിരുന്നടെ? ആനക്കയം. 2 ഉണ്ട്. മലപ്പുറത്തെ ആനക്കയം ഉണ്ട്, മാടക്കത്തറ തൃശ്ശൂര്. കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ആനക്കയവും മാടക്കത്തറയുമാണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രം. ഇന്ത്യയിൽ കശുവണ്ടി ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയിലാണ്, ഇന്ത്യയിൽ. പക്ഷെ കേരളത്തിൽ കശുവണ്ടി ഏറ്റവും കൂടുതൽ എവിടാ? അത് കണ്ണൂരാണ്, അല്ലേ? കശുവണ്ടി ഫാക്ടറികളാണ് കൊല്ലം ജില്ലയിൽ നമ്മൾ പറയുന്നത്. കശുവണ്ടി ഫാക്ടറികൾ കൊല്ലം ജില്ലയിലല്ലേ ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേത കേന്ദ്രം? ഏതാ? ചെന്തുരുണി വന്യജീവി സങ്കേത കേന്ദ്രം, അല്ലേ? ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേത കേന്ദ്രം ഏതാണ്? ചെന്തുരുണി വന്യജീവി സങ്കേത കേന്ദ്രം. ചായിൽ തുടങ്ങുന്ന 3 വന്യജീവി സങ്കേത കേന്ദ്രങ്ങൾ വന്നത് 84-ലാണ്. ചായിൽ തുടങ്ങുന്ന കേരളത്തിലെ 3 വന്യജീവി സങ്കേത കേന്ദ്രങ്ങൾ ഏതൊക്കെയാ? ചെന്തുരുണി 84-ൽ, ചിന്നാർ വന്യജീവി സങ്കേത കേന്ദ്രം 84, ചിമ്മിനി വന്യജീവി സങ്കേത കേന്ദ്രം 84-ആണ്. അപ്പൊ ചെന്തുരുണി, ചിന്നാർ, ചിമ്മിനി, അതുപോലെ കണ്ണൂർ ഒരു ആറളം വന്യജീവി സങ്കേത കേന്ദ്രം. അത് വന്നതും 1984-ലാണ് കേട്ടോ. അപ്പൊ കൊല്ലം ജില്ലയിലാണ്. ഈ ജഡായുപ്പാറ ഏത് ജില്ലയിൽ നിന്ന് വെച്ചിട്ടില്ലേ? കൊല്ലം ജില്ലയിലല്ലേ. ഈ കൊല്ലത്തല്ലിയുടെ കുണ്ടറ വിളംബരം നടന്നത്? കൊല്ലം ജില്ലയിലാണ് കുണ്ടറ വിളംബരം നടന്നത്. എന്നാന്നറിയാമോ കുണ്ടറ വിളംബരം? 1809 ജനുവരി 11, അല്ലേ? 1809 ജനുവരി 11 കുണ്ടറ വിളംബരം. കൊല്ലം ഇളമ്പള്ളൂർ ക്ഷേത്രത്തിലല്ലേ കുണ്ടറ വിളംബരം നടന്നത്? അതുപോലെ കുറിച്യലകൾ ഏത് വർഷമാണ്? 1812. അപ്പൊ കുണ്ടറ വിളംബരം 1809 ആണെങ്കിൽ കുറിച്യലകൾ ഏത് വർഷമാണ്? 1812. രാമൻ നമ്പി അല്ലേ നേതാവ്? അപ്പൊ കുറിച്യലകളയുടെ നേതാവ് ആരാടെ? രാമൻ നമ്പി. അപ്പൊ കുണ്ടറ വിളംബരം നടത്തിയത് വേലിത്തമ്പി ദളവ, അല്ലെ? അദ്ദേഹത്തിന്റെ മൊത്ത പേര് അറിയാമോ? വേലിത്തമ്പി ദളവയുടെ യഥാർത്ഥ നാമം വേലായുധൻ ചെമ്പകരാമൻ തമ്പി. വേലിത്തമ്പി ദളവയുടെ യഥാർത്ഥ നാമം എന്താണ്? വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ്. അവിട്ടം തിരുനാളിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ദിവാനാണ് വേലിത്തമ്പി ദളവ. ഏത് കാലഘട്ടത്തിലാണ് ഇരുന്നത്? അവിട്ടം തിരുനാളിന്റെ കാലത്ത്. വേലിത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിലാണ്, അല്ലെ? ആത്മഹത്യ ചെയ്തത് എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിൽ. പക്ഷേ അദ്ദേഹത്തെ തൂക്കിലേറ്റിയത് ബ്രിട്ടീഷുകാർ പിന്നീട് കൊണ്ടുപോയി തൂക്കിലേറ്റിയത് കണ്ണമ്മൂലയിലാണ്, തിരുവനന്തപുരം കണ്ണമ്മൂലയിലാണ്. അപ്പം വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് മണ്ണടി, പത്തനംതിട്ട ജില്ലയിലാണ്. തൂക്കിലേറ്റിയത് എവിടെയാണ്? കണ്ണമ്മൂല. മണ്ണടി ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിൽ. അതുപോലെ ഈ പത്തനംതിട്ട ജില്ലയിലൂടെ കടമനിട്ട എന്നൊരു പ്രദേശമില്ലേ? കടമനിട്ട എന്താ? പടയണിക്ക് പ്രസിദ്ധമായ കേരളത്തിലെ പ്രദേശം ഏതെന്ന് ഒഴിച്ചിട്ടില്ലേ? പടയണി എന്ന കലാരൂപത്തിന് പ്രസിദ്ധമായ കേരളത്തിലെ പ്രസിദ്ധമായ കലാരൂപം എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലെ കടമനിട്ട, ഓതറ എന്നീ പ്രദേശങ്ങളിലാണ്. ഈ പത്തനംതിട്ട ജില്ലയിലൂടെ ആരാധനാലയങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല, ആരാധനാലയങ്ങളുടെ നാട് പത്തനംതിട്ട. അതുപോലെ എയ്ഡ്സ് ആദ്യമായിട്ട് വന്നത്, എയ്ഡ്സ് രോഗം പിടിപെട്ട ആദ്യത്തെ കേരളത്തിലെ സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ്. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് തിരുവല്ലയിലാണ്. 1986 ചെന്നൈയിലാണ് എയ്ഡ്സ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിൽ എവിടെയാണ്? കേരളത്തിൽ തിരുവല്ലയിലാണ് എയ്ഡ്സ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓർത്ത് വെച്ചിരിക്കണേ. അതുപോലെ പത്തനംതിട്ട ജില്ലയിലല്ലേ ഇവിടെ പെരുന്തേനരുവി വെള്ളച്ചാട്ടം പമ്പാ നദിയിൽ, അല്ലേ? പമ്പാ നദിയിലല്ലേ പെരുന്തേനരുവി വെള്ളച്ചാട്ടം. അതുപോലെ ഈ പാലരുവി വെള്ളച്ചാട്ടം ഉണ്ട്, അറിയാമോ? അത് കൊല്ലം ജില്ലയിലെ കല്ലടയാറിലാണ്. അപ്പൊ പെരുന്തേനരുവി വെള്ളച്ചാട്ടം എവിടെയാണ്? പെരുന്തേനരുവി വെള്ളച്ചാട്ടം നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ പമ്പാ നദിയിൽ. പാലരുവി വെള്ളച്ചാട്ടം എവിടെയാണ്? അത് കൊല്ലം ജില്ലയിൽ കല്ലടയാറിലാണ് പാലരുവി വെള്ളച്ചാട്ടം എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പത്തനംതിട്ടയിൽ ഇഷ്ടംപോലെ ചോദ്യങ്ങളുണ്ട്. പത്തനംതിട്ട പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. അതുപോലെ
നമുക്ക് ഇനി നവോത്ഥാന നായകരിലേക്ക് പോകാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറേ ഇനിയും ഞാൻ റിവിഷൻ നടത്തിക്കൊണ്ടിരുന്ന ആ ടോപ്പിക്ക് കേട്ടോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് കുറേ നല്ല ചോദ്യങ്ങളുണ്ട്. ഉറപ്പായിട്ട് ഇത് പരീക്ഷയ്ക്ക് വന്നിരിക്കും. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ കൃതിയുടെ പേര് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ കൃതി. അദ്ദേഹത്തിന് 2-3 കൃതികളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആത്മോപദേശ ശതകം, ദർശനമാല, ജാതി മീമാംസ, ദൈവദശകം. പഠിച്ചിട്ടില്ലേ? അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം, ജാതി മീമാംസ. ഈ ജാതി മീമാംസ എന്ന കൃതിയിലാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വരി ഏത് കൃതിയിലെയാ? ജാതി മീമാംസയിലെ. അതുപോലെ ആത്മോപദേശ ശതകത്തിലെ ഒരു വരിയാണ് അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നു. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നു എന്ന് തുടങ്ങുന്ന വരി ആരുടെയാണ്? ആത്മോപദേശ ശതകം, ശ്രീനാരായണ ഗുരുവിന്റെ. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ കൃതി ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. 1903 ഇദ്ദേഹം SNDP സ്ഥാപിച്ചത്. അപ്പൊ ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ച വർഷം എന്നാണ്? 1903. ആജീവനാന്ത പ്രസിഡന്റും ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് ആജീവനാന്ത പ്രസിഡന്റ്. SNDPയുടെ ആദ്യ സെക്രട്ടറി നമ്മുടെ കുമാരനാശാൻ. ആരാ? കുമാരനാശാൻ. ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പുവ. SNDPയുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? ഡോക്ടർ പൽപ്പുവ. അപ്പൊ SNDPയുടെ ആദ്യ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു, ആദ്യ സെക്രട്ടറി കുമാരനാശാൻ, ആദ്യ ഉപാധ്യക്ഷൻ ആരാ? ഡോക്ടർ പൽപ്പുവ. ആസ്ഥാനം എവിടെ? SNDPയുടെ ആസ്ഥാനം കൊല്ലത്താണ്. SNDPയുടെ ആസ്ഥാനം എവിടെ? കൊല്ലം. ആദ്യകാല നാമം വാവൂട്ട് യോഗമാണ്. SNDPയുടെ ആദ്യകാല നാമം എന്താണ്? വാവൂട്ട് യോഗം. അപ്പൊ ശ്രീനാരായണ ഗുരു ജനിച്ചത് എവിടെ? തിരുവനന്തപുരം ചെമ്പഴന്തിയിൽ അല്ലേ? ജനനവും മരണവും അവധി പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാരാ? ശ്രീനാരായണ ഗുരു. അപ്പൊ ജനനവും മരണവും അവധി പ്രഖ്യാപിക്കുന്ന നവോത്ഥാന നായകനാരാണ്? ശ്രീനാരായണ ഗുരു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടതും നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ടതുമായ ആദ്യത്തെ മലയാളി ആരാ? നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ്. ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് കൊട്ടാരം എന്ന് ചോദിച്ചിട്ടുണ്ട്. കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിൽ. അപ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന കൃതി ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കായംകുളം കൃഷ്ണപുരം കൊട്ടാരം. ഓക്കെ, സെറ്റ് അല്ലേ? ഈ കൃഷ്ണപുരം കൊട്ടാരം കായംകുളത്താണ്. മാർത്താണ്ഡവർമ്മയാണ് പണി കഴിപ്പിച്ചത് കേട്ടോ. കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് ആരാണ്? നമ്മുടെ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിന്റെ ശില്പിയല്ലി മാർത്താണ്ഡവർമ്മ ആണ്. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നും തിരുവിതാംകൂറിന്റെ അശോകൻ എന്നും ഒക്കെ അറിയപ്പെടുന്നത് ആരെയാ? മാർത്താണ്ഡവർമ്മയാ. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നും തിരുവിതാംകൂറിന്റെ അശോകൻ എന്നും അറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. മൊത്ത പേരെന്താ? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ മൊത്ത പേരെന്താണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പൊ കായംകുളം കൃഷ്ണപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഈ ക്വസ്റ്റ്യന് വേണമെങ്കിൽ നല്ലൊരു ക്വസ്റ്റ്യൻ പഠിക്കാം. ഈ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞില്ലേ, ഇത് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ശാകുന്തളം വഞ്ചിപ്പാട്ട് ആരുടെ കൃതി എന്ന് ചോദിച്ചാൽ ഏത് പറയാണ്? ശാകുന്തളം വഞ്ചിപ്പാട്ട് പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പന്റെയാണ് ശാകുന്തളം വഞ്ചിപ്പാട്ട്. ഏതായിരുന്നത്? പണ്ഡിറ്റ് കറുപ്പന്റെയാണ് ശാകുന്തളം വഞ്ചിപ്പാട്ട്. അതുപോലെ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? കുചേലവൃത്തം വഞ്ചിപ്പാട്ട് നമ്മുടെ വള്ളംകളിക്ക് ഉപയോഗിക്കുന്ന പാട്ടാ. അത് നമ്മുടെ രാമപുരത്ത് വാര്യരുടെയാണ്. രാമപുരത്ത് വാര്യർ. അപ്പൊ 3 വഞ്ചിപ്പാട്ടുകൾ പറഞ്ഞയുടെ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരു, ശാകുന്തളം വഞ്ചിപ്പാട്ട് പണ്ഡിറ്റ് കറുപ്പൻ, കുചേലവൃത്തം വഞ്ചിപ്പാട്ട് ആരുടെയാണ്? രാമപുരത്ത് വാര്യരെ. അപ്പൊ ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം എവിടെ? കൃഷ്ണപുരം കൊട്ടാരം. എവിടെയാണ് കൃഷ്ണപുരം കൊട്ടാരം? കായംകുളത്താണ്. കായംകുളത്താണ് ദേശീയ കാർട്ടൂൺ മ്യൂസിയം. ഇന്ത്യയുടെ ദേശീയ കാർട്ടൂൺ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കായംകുളത്താണ്. കായംകുളത്തിന്റെ പഴയ പേര് ഓടനാട് എന്നതാണ്. ഓടനാട് എന്നതാണ് കായംകുളത്തിന്റെ പഴയ പേര്. ഏത് ജില്ലയുടെ? കായംകുളം ഏത് ജില്ലയാ? ആലപ്പുഴ ജില്ലയിലാണ്. കായംകുളം ഏത് ജില്ലയുടെ? ആലപ്പുഴ. അല്ലെ അവിടെ അല്ലേ താപവൈദ്യുത നിലയമുള്ളത്? കായംകുളം താപവൈദ്യുത നിലയം ആരുടെ പേരിലാ? രാജീവ് ഗാന്ധിയുടെ പേരിൽ അല്ലേ? കേരളത്തിലെ താപവൈദ്യുത നിലയം കായംകുളം താപവൈദ്യുത നിലയം ആരുടെ പേരിലാണ്? രാജീവ് ഗാന്ധിയുടെ പേരിലാണ് കായംകുളം താപവൈദ്യുത നിലയം. അച്ഛൻ കോവിൽ ആറിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. കായംകുളം താപവൈദ്യുത നിലയത്തിന് ആവശ്യമായ വെള്ളം ഉപയോഗിക്കുന്നത് എവിടെയാണ്? അച്ഛൻ കോവിലാർ. അപ്പൊ കായംകുളം താപവൈദ്യുത നിലയം ചൂളത്തെരുവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ, മറന്നു പോരുത്. അത് നല്ലൊരു ഒന്നാമത്തെ കൺഫ്യൂസിങ് ഫാക്ട്സ് പഠിച്ചേ. അടുത്തതാണ്ട് ഉറപ്പായിട്ട് ആവർത്തിച്ച ഒരു ചോദ്യമാണ്. ചട്ടമ്പി സ്വാമികൾക്ക് ആദ്യകാല നാമം കുഞ്ഞൻ. ആദ്യം എന്ന് പറയുമ്പോൾ ചെറിയതല്ലേ, കുഞ്ഞൻ പിള്ള എന്നാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നാണ്.
ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല നാമം കുഞ്ഞൻ പിള്ളയും ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം ഏതാണ്? അയ്യപ്പൻ. കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, സർവവിദ്യാധിരാജൻ, ഷൺമുഖദാസൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികളെയാണ് ഇതൊക്കെ അറിയപ്പെടുന്നത്. അപ്പൊ കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, സർവവിദ്യാധിരാജൻ, ഷൺമുഖദാസൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാ? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് എവിടാ? തിരുവനന്തപുരം കണ്ണമ്മൂലയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ സമാധി കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് കേട്ടോ ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. ഓഗസ്റ്റ് 25 കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മൾ ജീവകാരുണ്യ ദിനമായിട്ട് പറയാറുണ്ട്. ഓഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം നമ്മൾ എന്തായിട്ട് പറയൂടെ? ജീവകാരുണ്യ ദിനമായിട്ട് പറയും. സെറ്റാണോ? അപ്പം ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം കുഞ്ഞൻ പിള്ളയാണെങ്കിൽ, യഥാർത്ഥ നാമം അയ്യപ്പനാണെങ്കിൽ, ആദ്യകാല നാമം ഏതാണ്? കുഞ്ഞൻ പിള്ളയാണ്. ഓക്കെ, സെറ്റാണല്ലോ. അടുത്ത മൂന്നാമത്തെ പോയിന്റ് നോക്കുക. ഇതും പരീക്ഷയ്ക്ക് ആവർത്തിച്ചതാണ്. ഉറപ്പായിട്ട് പഠിക്കുക. മോക്ഷപ്രദീപവും മോക്ഷപ്രദീപ ഖണ്ഡനവും. മോക്ഷപ്രദീപം എന്ന കൃതി എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗി. പക്ഷെ ഇതാണ് ആവർത്തിക്കുന്ന ചോദ്യം. മോക്ഷപ്രദീപം എന്ന ഖണ്ഡനം എന്ന കൃതി ചട്ടമ്പി സ്വാമികളുടെയാണ്. മോക്ഷപ്രദീപം എന്ന ഖണ്ഡനമാരുടെ? ചട്ടമ്പി സ്വാമികളുടെ. ഇദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് ആദിഭാഷ എന്ന കൃതി ആരുടെ? അതുപോലെ പ്രാചീന മലയാളം എന്ന കൃതി ആരുടെ? ആദിഭാഷ, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, വേദാധികാര നിരൂപണം. ഇത് ഇത്ര ആവർത്തിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ഒന്നും കൂടെ പറയട്ടെ. മോക്ഷപ്രദീപ ഖണ്ഡനം, ആദിഭാഷ, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം. ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളുടെ പേരുകൾ ചോദിച്ചു വെച്ചിരിക്കുക. ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നത് ആദിഭാഷ, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, വേദാധികാര നിരൂപണം. സെറ്റാണോ? ഓക്കെ, അപ്പൊ മോക്ഷപ്രദീപവും മോക്ഷപ്രദീപ ഖണ്ഡനവും പഠിച്ചേ. അടുത്തത് നല്ലൊരു ചോദ്യത്തിലേക്ക് വരുന്നതേ. ഇപ്പൊ നമ്മുടെ ഒരു ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. നോക്കേ, മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേര് കണ്ടോ? എന്റെ ജീവിത സ്മരണകൾ. പക്ഷെ നമ്മുടെ സി അച്യുതമേനോനില്ലേ? ആരാ സി അച്യുതമേനോൻ? കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി, 5 വർഷം തികച്ചു ഭരിച്ച ആദ്യ മുഖ്യമന്ത്രി. കേരളത്തിലെ ആദ്യ ധനകാര്യമന്ത്രിയും 5 വർഷം തികച്ചു ഭരിച്ച ആദ്യ മുഖ്യമന്ത്രിയും സി അച്യുതൻ. അദ്ദേഹത്തിന്റെ ആത്മകഥ ഉണ്ടോ? എന്റെ ബാല്യകാല സ്മരണകൾ. അപ്പം നമ്മുടെ മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേര് എന്റെ ജീവിത സ്മരണകൾ എന്നും സി അച്യുതമേനോന്റെ ആത്മകഥയുടെ പേര് എന്റെ ബാല്യകാല സ്മരണകൾ. അപ്പൊ സി അച്യുതമേനോൻ ആരാണ്? എന്തൊക്കെ ചോദിക്കാം? സി അച്യുതമേനോൻ കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി ആര്? സി അച്യുതമേനോൻ. കേരളത്തിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ആര്? സി അച്യുതമേനോൻ. 5 വർഷം തികച്ചു ഭരിച്ച കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആര്? സി അച്യുതമേനോൻ അല്ലേ? 5 വർഷം. അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് എന്റെ ബാല്യകാല സ്മരണകൾ. മന്നത്ത് പത്മനാഭന്റെ എന്താ? എന്റെ ജീവിത സ്മരണകൾ. മന്നത്ത് പത്മനാഭനല്ലേ ഇവിടെ ജീവശിഖാജാഥയും സവർണജാഥയൊക്കെ നയിച്ചത്? വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് സവർണജാഥയും ജീവശിഖാജാഥ വിമോചന സമരത്തെ തുടർന്നാണ് അല്ലേ? മന്നത്ത് പത്മനാഭൻ എവിടാ ജനിച്ചത്? ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലാണ് മന്നത്ത് പത്മനാഭൻ ജനിച്ചത്. എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. അയ്യങ്കാളിയുടെ നെടുമങ്ങാട് ചന്തലകള 1912. പക്ഷെ അയ്യങ്കാളിയുടെ പുലേലകള 1915. അയ്യങ്കാളിയുടെ കല്ലുമാല സമരം 1915. അപ്പൊ പുലേലകള നടന്ന വർഷം 1915, കല്ലുമാല സമരം നടന്നത് 15. പുലേലകളയുടെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? പുലേലകളയുടെ മറ്റു പേര് 90ാം ആണ്ട് ലകള, 90ാം ആണ്ട് ലകള. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, ഊരട്ടമ്പലം ലകള. 90ാം ആണ്ട് ലകള, ഊരട്ടമ്പലം ലകള എന്നൊക്കെ വിളിക്കുന്നത് ഏതാണ്? പുലേലകള. 15ലാണ്. അയ്യങ്കാളിയുടെ കല്ലുമാല സമരത്തിന് മറ്റൊരു പേരുണ്ട്, പെരിനാട് ലകള. കല്ലുമാല സമരത്തിന്റെ മറ്റൊരു പേരെന്താണ്? പെരിനാട് ലകള. അതും 15ലാണ്. പക്ഷെ നെടുമങ്ങാട് ചന്തലകള നടത്തിയത് 12ലാണ്. സെറ്റാണോ? അടുത്ത നോക്കിയ ആ പോയിന്റുകൾ. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യനിലേക്കാണ്. ശ്രീനാരായണ ഗുരു ഗാന്ധിജിയെ കണ്ട വർഷം 1925. രണ്ടാമത്തെ വരവില്ല. ഗാന്ധിജി വന്നത് ഏതൊക്കെ വർഷമാണ്? 1920, 25, 27, 34, 37 അല്ലെ? അപ്പൊ ഗാന്ധിജിയുടെ രണ്ടാമത്തെ വരവിലാണ് ശ്രീനാരായണ ഗുരുവിനെ കാണുന്നത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വരുന്നത്. രണ്ടാമത്തെ വരവ് വൈക്കം. അപ്പൊ ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജി കണ്ട വർഷം എന്നാണ് 1925. അയ്യങ്കാളി നമ്മുടെ ഗാന്ധിജിയെ കണ്ട വർഷം അവസാനത്തെ വരവിലാണ്. ഗാന്ധിജി ഒരു തീർത്ഥാടനം എന്ന പേരിൽ കേരളത്തിൽ വന്നായിരുന്നു.
ക്ഷേത്രപ്രവേശന വിളംബരത്തെ തുടർന്ന് ഒരു തീർത്ഥാടനം എന്ന പേരിൽ ഗാന്ധിജി വന്നു. അപ്പൊ അയ്യങ്കാളി ഗാന്ധിജിയെ കണ്ടത് 37-ലും ശ്രീനാരായണ ഗുരു ഗാന്ധിജിയെ കണ്ടത് ഏത് വർഷമാണ്? 25-ലുമാണ്. സെറ്റാണോ? അത് നല്ലൊരു പോയിന്റ് ആണ്. അപ്പൊ ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ എത്തിയത് ഏത് വർഷമാണ്? അത് ചിലപ്പോൾ ഒന്ന് പഠിച്ചേരാം. 1920-ൽ ഖിലാഫത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലേക്ക് വരുന്നത്, ഖിലാഫത്തിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട്. അടുത്ത ഓക്കെ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. അത് ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്ത വാചകമാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, ശ്രീനാരായണ ഗുരുവിന്റെയും. ജാതി ഒന്ന് പറയുന്നത് കുലമൊന്ന്, മതമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന് എന്ന വാചകം വൈകുണ്ഠസ്വാമികളുടെയാണ്. അപ്പൊ ഒരു ജാതി ഒരു മതം എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവും, ജാതി ഒന്നോ കുലമൊന്നോ മതമൊന്നോ ദൈവമൊന്നോ എന്ന് പറഞ്ഞാൽ വൈകുണ്ഠ സ്വാമികളുടെയാണ്. അടുത്തൊരു പോയിന്റ് ഒക്കെ, വേറൊരു അതേ ടൈപ്പ് കണ്ടോ? ഇന്ത ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ. ഇതാരുടെ വാചകം എന്ന് ചോദിച്ചാൽ തൈക്കാട് അയ്യയുടെ. ഇന്ത ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ. ആരുടെ വാചകമാണ്? അത് തൈക്കാട് അയ്യയുടെ വാചകമാണ്. ജാതി വേണ്ട, അതാണ്ട് വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് നമ്മുടെ സഹോദരൻ അയ്യപ്പനാണ്. അപ്പൊ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്ന് പറഞ്ഞതാരാ? സഹോദരൻ അയ്യപ്പൻ. എവിടെ ജനിച്ചത് സഹോദരൻ അയ്യപ്പൻ? സഹോദരൻ അയ്യപ്പൻ ജനിച്ചത് എറണാകുളം ചേറായില. അദ്ദേഹത്തിന്റെ സ്മാരകം എവിടെയെന്നൊക്കെ ചോദിച്ചാലും എറണാകുളം ചേറായിൽ പറയാം നിങ്ങൾക്ക്. അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എറണാകുളം ചേറായില. അതുപോലെ പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ഒരു നല്ലൊരു ചോദ്യമുണ്ട്. ഏതാണെന്നറിയാമോ? സഹോദര സംഘം മിശ്രഭോജനം. സഹോദരൻ അയ്യപ്പന്റെ 2 പ്രസ്ഥാനങ്ങളാണ് സഹോദര സംഘവും മിശ്രഭോജനവും. വിദ്യാഭൂഷണി ഇതൊക്കെ അദ്ദേഹത്തിന്റെ സംഘടന. 1917 വരുന്നത്. സഹോദര സംഘം വന്നതും മിശ്രഭോജനവും വന്നത് ഏത് വർഷമാണ്? 1917. അടുത്തൊക്കെ, തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയുടെ നീചനെന്നും തിരുവിതാംകൂറിന്റെ ഭരണത്തെ കറുത്ത പിശാചിന്റെ ഭരണമെന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെളുത്ത പിശാചിന്റെ ഭരണം എന്നും വിളിച്ച നവോത്ഥാന നായകനാണ് നമ്മുടെ വൈകുണ്ഠ സ്വാമികൾ. തിരുവിതാംകൂറിലെ രാജാവിനെ അനന്തപുരിയുടെ നീചൻ എന്ന് വിളിച്ചു, തിരുവിതാംകൂറിലെ ഭരണത്തെ കറുത്ത പിശാചിന്റെ ഭരണം എന്ന് വിളിച്ചു, ബ്രിട്ടീഷ് ഭരണത്തെ വെളുത്ത പിശാചിന്റെ ഭരണം എന്ന് വിളിച്ചു. ഇതൊക്കെ പറഞ്ഞാരാ? നമ്മുടെ നവോത്ഥാനത്തിന്റെ വഴികാട്ടി എന്നറിയപ്പെടുന്ന വൈകുണ്ഠ സ്വാമിയാണ് നവോത്ഥാനത്തിന്റെ വഴികാട്ടി എന്ന് വിളിക്കുന്ന വൈകുണ്ഠ സ്വാമി പറഞ്ഞ വാക്ക്. അടുത്ത ഒരു മാസിക കണ്ടോ? യജമാനൻ എന്ന മാസിക, വേലക്കാരൻ എന്ന മാസിക. യജമാനൻ എന്ന മാസിക വാക്പടാനന്ദന്റെ ആണെങ്കിൽ വേലക്കാരൻ എന്ന മാസിക സഹോദരൻ അയ്യപ്പന്റെയാണ്. യജമാനൻ എന്ന മാസിക വാക്പടാനന്ദന്റെ ആണെങ്കിൽ വേലക്കാരൻ എന്ന മാസികയുടെയാണ് സഹോദരൻ അയ്യപ്പൻ. സെറ്റാണോ? അത് ഒന്ന് റിവിഷൻ നടത്തി വെച്ചിരിക്കുക. വാക്പടാനന്ദൻ പഠിച്ചിട്ടുണ്ടോ? വാക്പടാനന്ദൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് പുലയൻ മത്തായി എന്ന് വിളിക്കേണ്ടത് കുമാര ഗുരുദേവനെയാണ്. പുലയൻ മത്തായി, പൊയ്കയിൽ യോഹന്നാൻ. പക്ഷെ പുലയൻ അയ്യപ്പൻ എന്ന് വിളിച്ചത് നമ്മുടെ സഹോദരൻ അയ്യപ്പനെ തന്നെയാണ്. അപ്പം ഇദ്ദേഹം മിശ്രഭോജനമൊക്കെ സംഘടിപ്പിച്ചത് കൊണ്ടാണ് ഈ ഒരു പേര് വീണത് സഹോദരൻ അയ്യപ്പന്. പുലയൻ മത്തായി എന്നറിയപ്പെടുന്നത് കുമാര ഗുരുദേവൻ. മറ്റൊരു പേര് പറയാമോ? കുമാര ഗുരുദേവന്റെ പൊയ്കയിൽ യോഹന്നാൻ. കുമാര ഗുരുദേവന്റെ മറ്റൊരു പേരെന്താണ്? പൊയ്കയിൽ യോഹന്നാൻ എന്നാണ്. ഓക്കെ, അപ്പം പുലയൻ മത്തായി എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ്. അടുത്തൊക്കെ, അരുവിപ്പുറത്ത് ക്ഷേത്രം വന്നത് 1887. പക്ഷെ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് അത് ശിവപ്രതിഷ്ഠ ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1888 എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അരുവിപ്പുറം ക്ഷേത്രം പണികഴിപ്പിച്ച വർഷം 1887. അരുവിപ്പുറത്ത് പ്രതിഷ്ഠ എന്നൊന്ന് ചോദിച്ചാൽ ഏതാണ്? 1888. ഓക്കെ, അടുത്തൊക്കെ SNDP നമുക്കറിയാം. 1903 SNDP വരുന്നത്. വാവൂട്ട് യോഗം. SNDPയുടെ ആദ്യകാല നാമം എന്താ? വാവൂട്ട് യോഗം. NSSന്റെ ആദ്യകാല നാമം നായർ ഭൃത്യ ജനസംഘം. ഏത് വർഷം NSS വരുന്നത്? 1914. NSSന്റെ ആദ്യ കാലം 1914 നായർ ഭൃത്യ ജനസംഘം. ഇനിയൊക്കെ, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ കേളപ്പൻ, അധ്യക്ഷൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് ചോദിച്ചാൽ AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനാണ്. സത്യാഗ്രഹത്തിന് മുമ്പ് ഒരു കമ്മിറ്റി രൂപീകരിക്കുമല്ലോ, അത് മന്നത്ത് പത്മനാഭൻ. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രസിഡന്റ് ആരാടെ? കേളപ്പൻ. ഏത് വർഷമാണ് ഗുരുവായൂർ സത്യാഗ്രഹം? 1931 നവംബർ 1. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം. അത് കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാടെ? AK ഗോപാലൻ. എവിടെയാണ് പഠിച്ചിട്ടുള്ള AK ഗോപാലനെ? 1936 പട്ടിക
പട്ടിണി ജാഥ നയിച്ചതാര് അല്ലേ? 1936 പട്ടിണി ജാഥ നയിച്ചതാരാടെ? AK ഗോപാലൻ. കണ്ണൂർ മുതൽ മദ്രാസ് വരെ അല്ലേ പട്ടിണി ജാഥ നയിച്ചത്? AK ഗോപാലൻ. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും സെക്രട്ടറി അവിടെ വരുന്നത് കേളപ്പനുമായിരിക്കണം കേട്ടോ. ഗുരുവായൂർ സത്യാഗ്രഹം ഒന്ന് പഠിച്ചു വെക്കണേ. ജനഹിത പരിശോധനയെ തുടർന്ന് ക്ഷേത്രപ്രവേശനം ഉറപ്പുവരുത്തിയതല്ലേ ഗുരുവായൂർ സത്യാഗ്രഹം. അന്ന് ഗുരുവായൂർ നിൽക്കുന്നത് പൊന്നാനി താലൂക്കിലാണ് കേട്ടോ. KPCC-കാരാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടത്തിയത്. KPC കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയുന്ന KPCC-കാരാണ്. KPCC ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതാരാണ്? KPCC-കാരാണ്. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹം 1931 നവംബർ 1 കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഓൾ ഇന്ത്യ ക്യാപ്റ്റൻ ആരാ? AK ഗോപാലനാണ് ഓൾ ഇന്ത്യ ക്യാപ്റ്റൻ. ഇനി ഓക്കെ, കേരളത്തിന്റെ വന്ധ്യവയോധികൻ KP കേശവമേനോൻ എന്നാണ്. KP കേശവമേനോൻ കേട്ടിട്ടുണ്ടോ? KP കേശവമേനോൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ വന്ധ്യവയോധികൻ കഴിഞ്ഞ കാലം എന്ന ആത്മകഥയൊക്കെ ആരുടെ എന്ന് ചോദിച്ചാൽ KP കേശവമേനോൻ. ഇദ്ദേഹമാണ് മാതൃഭൂമി പത്രം സ്ഥാപിച്ചത്. 1923 കോഴിക്കോട് നിന്ന് മാതൃഭൂമി പത്രം സ്ഥാപിച്ചത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കോഴിക്കോട് നിന്ന് മാതൃഭൂമി പത്രം സ്ഥാപിച്ചതാരാണ്? KP കേശവമേനോൻ. ഏത് വർഷമാണ് മാതൃഭൂമി പത്രം വന്നത്? 1923 കോഴിക്കോട്. മലയാള മനോരമ പത്രം കോട്ടയം ജില്ലയിൽ നിന്നാണ്. 1888 കോട്ടയം ജില്ലയിൽ നിന്നാണ് മലയാള മനോരമ പത്രം. അപ്പോൾ മാതൃഭൂമി പത്രം 23 കോഴിക്കോടും മലയാള മനോരമ പത്രം 1888 കോഴിക്കോട് ജില്ലയിൽ നിന്ന്. അപ്പോൾ കേരളത്തിന്റെ വന്ധ്യവയോധികൻ KP കേശവമേനോൻ. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ബാരിസ്റ്റർ GP പിള്ളയാണ്. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ. എവിടെയാ പഠിച്ചിട്ടുള്ള? മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തതാര് അല്ലേ? 1891 മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ബാരിസ്റ്റർ GP പിള്ള. INC-യുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ബാരിസ്റ്റർ GP പിള്ള. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഏക മലയാളി ബാരിസ്റ്റർ GP പിള്ള. ഗാന്ധിജിയുടെ ആത്മകഥയെ പരാമർശിക്കുന്ന ഏക മലയാളി ബാരിസ്റ്റർ GP പിള്ള. ഇന്നയുണ്ട്. പിന്നെ ഏതായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻറ്റ്? തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ്. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവും ബാരിസ്റ്റർ GP പിള്ള. അപ്പൊ തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികനെന്നും തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവെന്നും വിളിക്കുന്നത് ആരെയാണ്? ബാരിസ്റ്റർ GP പിള്ള. ഏത് വർഷമാണ് വന്നത്? 1891 മലയാളി മെമ്മോറിയൽ വരുന്നത്. അതിന്റെ നേതാവും ബാരിസ്റ്റർ GP പിള്ള. കിട്ടുമല്ലോ. കേരളത്തിന്റെ വന്ധ്യവയോധികൻ KP കേശവമേനോൻ. ഏത് പത്രം അദ്ദേഹത്തിന്റെ? മാതൃഭൂമി പത്രം. ഏത് വർഷമാണ് മാതൃഭൂമി പത്രം? 23 കോഴിക്കോട്. മലയാള മനോരമ പത്രം ഏത് വർഷമാണ്? 1888 കോട്ടയം. കണ്ടത്തിൽ വർഗീസ് മാപ്പിള അല്ലെ മലയാള മനോരമ പത്രത്തിന്റെ സ്ഥാപകനാരാ? കണ്ടത്തിൽ വർഗീസ് മാപ്പിള. അടുത്ത നോക്കേ, കാവി ഉപേക്ഷിച്ച് കതറണിഞ്ഞ നവോത്ഥാന നായകൻ. കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി. കാവി ഉപേക്ഷിച്ച് കതറണിഞ്ഞ നവോത്ഥാന നായകനും കാഷായം ധരിക്കാത്ത സന്യാസി. അപ്പം കാവി ഉപേക്ഷിച്ച് കതറണിഞ്ഞു എന്ന് ചോദിച്ചാൽ വാക്പടാനന്ദം പറയണം. കാഷായം ധരിക്കാത്ത സന്യാസി നമ്മുടെ ചട്ടമ്പി സ്വാമികൾ എന്നേ പറയാവൂ കേട്ടല്ലോ. കാഷായം ധരിക്കാത്ത സന്യാസി ആരാടെ? ചട്ടമ്പി സ്വാമികൾ. കാവി ഉപേക്ഷിച്ച് കതറണിഞ്ഞ നവോത്ഥാന നായകൻ വാക്പടാനന്ദൻ. സംഘടന പറയാമോ? വാക്പടാനന്ദന്റെ സംഘടന ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘം ആരുടെ സംഘടനയാണ്? 1917 വാക്പടാനന്ദന്റെ സംഘടനയാണ് ആത്മവിദ്യാസംഘം എന്ന് പറയുന്നത്. നല്ലൊരു പോയിന്റ് ആണ്, അതും പഠിച്ചു വെച്ചിരിക്കുക. ഇനി സമബന്ധി ഭോജനവും പന്തി ഭോജനവും ഉണ്ട്. 5ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റ് കിടക്കുന്ന ഒരു പോയിന്റാണ്. സമബന്ധി ഭോജനം കൊണ്ടുവന്നത് വൈകുണ്ഠസ്വാമികളും പന്തി ഭോജനം സ്ഥാപിച്ചത് തൈക്കാട് അയ്യയുടെ. മിശ്രഭോജനം ആരുടെ? മിശ്രഭോജനം അതൊരു സംഘടനയാണ്. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പന്റെ. മിശ്രഭോജനം ആരുടെ? സഹോദരൻ അയ്യപ്പൻ. അപ്പൊ 3 ഭോജനം എന്ന് പറഞ്ഞേ. സമപന്തി ഭോജനം, പന്തി ഭോജനം, മിശ്രഭോജനം. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ, പന്തി ഭോജനം തൈക്കാടയ്യ, മിശ്രഭോജനം സഹോദരൻ അയ്യപ്പന്റെയാണ് മിശ്രഭോജനം അല്ലേ. ഇനി മോക്ഷപ്രദീപം നേരത്തെ നമ്മൾ എഴുതിയതാന്ന് തോന്നുന്നു, വീണ്ടും വന്നല്ലേ. ബ്രഹ്മാനന്ദ ശിവയോഗി മോക്ഷപ്രദീപ ഖണ്ഡനം ചട്ടമ്പി സ്വാമികളുടെ അല്ലേ. പുരുഷ സിംഹവും ഉണ്ട്, സിംഹള സിംഹവും ഉണ്ട്.
നവോത്ഥാന നായകരിൽ പുരുഷ സിംഹം എന്ന അപരനാമം ബ്രഹ്മാനന്ദ ശിവയോഗിക്കും, സിംഹള സിംഹം എന്ന അപരനാമം സി കേശവനുമാണ്. അപ്പൊ പുരുഷ സിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാര? ബ്രഹ്മാനന്ദ ശിവയോഗി. എവിടെ പഠിച്ചിട്ടുള്ള ബ്രഹ്മാനന്ദ ശിവയോഗി? മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? അത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. സിംഹള സിംഹം സി കേശവനാണ്. നല്ല 2-3 ചോദ്യങ്ങളുണ്ട്. സി കേശവന് 2-3 ചോദ്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? 1932 നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാവാര്? 32 നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാവ് സി കേശവൻ. 1935 നിവർത്തന പ്രക്ഷോഭത്തെ തുടർന്ന് കോഴഞ്ചേരി പ്രസംഗം നടത്തിയതാര്? 35 കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവൻ. 1947 പാലിയം സത്യാഗ്രഹം നയിച്ചതാര്? ആരാ? സി കേശവൻ. അപ്പൊ 32 നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാവ്, 35 കോഴഞ്ചേരി പ്രസംഗം നടത്തിയതാര്, 47 പാലിയം സത്യാഗ്രഹത്തിന്റെ നേതാവ്. ഇത് എത്രയാരാ? സി കേശവനാണ്. കൊല്ലത്ത് മയ്യനാടാണ് ജന്മസ്ഥലം. കൊല്ലം മയ്യനാടാണ് ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത്. സി കേശവനെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അപ്പൊ 32 നിവർത്തന പ്രക്ഷോഭം. കേരളത്തിൽ PSC കൊണ്ടുവരാൻ കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭ. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷനില് കേരളത്തിൽ PSC കൊണ്ടുവരാൻ കാരണമായ പ്രക്ഷോഭം ഏതാണ്? നിവർത്തന പ്രക്ഷോഭമാണ്. അതുപോലെ പിന്നെയുണ്ട് ഈ സംവരണം ഏർപ്പെടുത്തിയ മുസ്ലിങ്ങൾക്കും മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്ക്, ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗക്കാർക്ക് സംവരണം കൊണ്ടുവന്ന പ്രക്ഷോഭവും നിവർത്തന പ്രക്ഷോഭമാണ് കേട്ടോ. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ഓക്കെ, കേരള സാക്ഷരതയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. പക്ഷെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് നമ്മുടെ സഹോദരൻ അയ്യപ്പനെയാണ് വിളിക്കുന്നത്. അപ്പൊ കേരള സാക്ഷരതയുടെ പിതാവ് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. നല്ലൊരു പോയിന്റ് അത്. അടുത്തൊക്കെ ഒരു 2 കൃതികൾ കണ്ട. ജാതിക്കുമ്മി, ഇതാണ് ഏറ്റവും കൂടുതൽ അവശ്യ സമുദായങ്ങളുടെ മാഗ്നാ കാർട്ട എന്നൊരു അപരനാമം കൂടിയുണ്ട്. അവശ്യ സമുദായങ്ങളുടെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്ന കൃതിയാണ് ജാതിക്കുമ്മി. ഇത് കൊണ്ടുവന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. ജാതിക്കുമ്മി കൊണ്ടുവന്നതാരാ? പണ്ഡിറ്റ് കറുപ്പൻ. ആനന്ദക്കുമ്മി, ജ്ഞാനക്കുമ്മി എന്നിവയൊക്കെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികളാണ്. ആനന്ദക്കുമ്മി, ജ്ഞാനക്കുമ്മി, ബ്രഹ്മാനന്ദ ശിവയോഗി. അപ്പൊ ജാതിക്കുമ്മി ആരുടെ? പണ്ഡിറ്റ് കറുപ്പൻ. സ്വോത്രമന്ദാരം, ഉദ്യാന വിരുന്ന്, ഇതൊക്കെ പണ്ഡിറ്റ് കറുപ്പന്റെ കൃതികളാണ്. ജാതിക്കുമ്മി, സ്വോത്രമന്ദാരം, ഉദ്യാന വിരുന്ന് പണ്ഡിറ്റ് കറുപ്പന്റെ. എവിടെ പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത്? എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ. ചേറായി അല്ല, ചേറായി സഹോദരൻ അയ്യപ്പന. എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരാണ് പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത്. ഏതാ സംഘടന അദ്ദേഹത്തിന്റെ? പണ്ഡിറ്റ് കറുപ്പന്റെ സംഘടന ഏതാണ്? അരയ സമാജം അല്ലേ? പണ്ഡിറ്റ് കറുപ്പന്റെ സംഘടന ഏതാ? അരയ സമാജം. 1907 അരയ സമാജം വന്നത്. ഏത് വർഷമാണ്? നമ്മുടെ അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘവും പണ്ഡിറ്റ് കറുപ്പന്റെ അരയ സമാജവും ഒരു വർഷം തന്നെ, 1907 തന്നെയാണ്. അത് നല്ലൊരു പോയിന്റ് ആയിരുന്നു. അടുത്ത ഗാന്ധിജി ഇത് വീണ്ടും ആവർത്തിച്ചു. 25 അയ്യങ്കാളി ഗാന്ധിജി കണ്ടത് 37 നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യനാണ്. ഇനി മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു, അല്ലെങ്കിൽ മലബാറിലെ ശ്രീനാരായണ ഗുരു എന്ന് വിളിക്കുന്നത് വാഗ്ഭടാനന്ദനെയാണ്. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്ന അപരനാമക്കാടെ വാഗ്ഭടാനന്ദൻ. എവിടെ ജനിച്ചത് വാഗ്ഭടാനന്ദൻ? കണ്ണൂര് പാട്യം ഗ്രാമത്തിൽ അല്ലേ? കണ്ണൂര് പാട്യം ഗ്രാമത്തിലാണ് ആര് ജനിക്കുന്നത്? വാഗ്ഭടാനന്ദൻ. അപ്പൊ മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? മലബാറിലെ ശ്രീനാരായണ ഗുരു വാഗ്ഭടാനന്ദനാണ്. അതുപോലെ മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ വിളിച്ചത് ചട്ടമ്പി സ്വാമികളെയാണ്. അപ്പം വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചപ്പോൾ മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്നൊരു അപരനാമമാരുടെയാണ് ചട്ടമ്പി സ്വാമികളെയാണ് അങ്ങനെ വിളിച്ചത്. ഓക്കെ, അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത കാവ്യ ഉപേക്ഷിച്ച് വീണ്ടും ഇടവിട്ട് PPT മാറിപ്പോയതായിരിക്കും. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ വന്ന വർഷം, അയ്യങ്കാളി കല്ലുമാല സമരം നടത്തിയ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1915 പെരിനാട് ലഹളയുടെ മറ്റൊരു പേര് കല്ലുമാല സമരം, 15 നടത്തിയ പുലയ ലഹളയുടെ മറ്റു പേര് 90-ാം ആണ്ട് ലഹളയും ഊരട്ടമ്പലം ലഹളയും. അത് നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ. ഇതും നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ അല്ലേ? വേലക്കാരനും യജമാനനും എന്ന മാസിക വാഗ്ഭടാനന്ദന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിച്ചിട്ടില്ല. നോക്കേ, VT ഭട്ടതിരിപ്പാടിന്റെ യാചന യാത്ര ഏത് വർഷം? 31 തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ. AK ഗോപാലിന്റെ പട്ടിണി ജാഥ ഏത് വർഷം? 36 കണ്ണൂർ മുതൽ മദ്രാസ് വരെ. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്ര ഏത് വർഷം? 1893 വെങ്ങാനൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക്. അപ്പൊ 3 പേരുടെ യാത്രകൾ എന്ന് പറഞ്ഞാൽ
VT ഭട്ടതിരിപ്പാടിൻ്റെ യാചനായാത്ര 31, AK ഗോപാലൻ്റെ പട്ടിണിജാഥ 36, അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്ര 1893 വെങ്ങാനൂര് മുതൽ തിരുവനന്തപുരം വരെയാണ്. ഇത് തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ് VT ഭട്ടതിരിപ്പാടിൻ്റെ. VT ഭട്ടതിരിപ്പാടിൻ്റെ സംഘടന ഏതായിരുന്നു? സംഘടന യോഗക്ഷേമ സഭ. 1908 വന്ന യോഗക്ഷേമ സഭയാണ് VT ഭട്ടതിരിപ്പാടിൻ്റെ. ഈ AK ഗോപാലിന് നല്ലൊരു ചോദ്യം പറയട്ടെ. ഈ കരുതൽ തടങ്കൽ പ്രകാരം ആദ്യമായി അറസ്റ്റ് ചെയ്തത് ഇദ്ദേഹത്തെയാണ്. ആർട്ടിക്കിൾ 22 നമ്മൾ മൗലികാവകാശത്തിൽ ആർട്ടിക്കിൾ 22 കരുതൽ തടങ്കൽ പഠിക്കത്തില്ലേ? ഈ കരുതൽ തടങ്കൽ പ്രകാരം ആദ്യമായി അറസ്റ്റ് ചെയ്തത് ഒരു മലയാളിയെ AK ഗോപാലനെ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ ശില്പി AKG ആണ്. ലോകസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, പാർലമെന്റിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് മലയാളി AKG. അപ്പൊ പാർലമെന്റിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് AKG, ഇന്ത്യൻ കോഫി ഹൗസിന്റെ ശില്പി AKG, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AKG നടത്തിയത് പട്ടിണിജാഥ. ഇദ്ദേഹത്തിന്റെ ആത്മകഥ പഠിച്ചേരാം കേട്ടോ. ഇദ്ദേഹത്തിന്റെ ആത്മകഥ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. മൈ ലൈഫ് സ്റ്റോറി, എൻ്റെ ജീവിത കഥ, മൈ ലൈഫ് സ്റ്റോറി. മറന്നു പോരുത്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എൻ്റെ ജീവിത കഥ. ആരുടെ ആത്മകഥയുടെ? AKGയുടെ ആത്മകഥയുടെ പേരാണ് എൻ്റെ ജീവിത കഥ. അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. അടുത്തൊക്കെ മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് സവർണ ജാഥ 24 വൈക്കത്ത് നിന്ന് തിരുവനന്തപുരം. അത് വൈക്കം സത്യാഗ്രഹമാണ്. ഇനി മന്നത്ത് പത്മനാഭൻ വിമോചന സമരം. എന്നാ വിമോചന സമരം? കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ വീഴാൻ കാരണമായ സമരം ഏത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? 1959 വിമോചന സമരത്തിന്റെ നേതാവ് മന്നത്ത് പത്മനാഭനാണ്. അന്ന് നടത്തിയ ജാഥ ജീവശിഖ ജാഥ. അത് 59 അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയാണ്. ജീവശിഖ ജാഥയുടെ അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു. ഓക്കെ. അരേയ വംശോധാരിണി സഭ പണ്ഡിറ്റ് കറുപ്പന്റെ ആണെങ്കിൽ അരേ വംശ പരിപാലന യോഗം വേലിക്കുട്ടി അരയന്റെയും അരേ സമാജം പണ്ഡിറ്റ് കറുപ്പന്റെയാണ്. അപ്പൊ അരേ വംശോധാരിണി സഭയുണ്ട്, അരേ സമാജമുണ്ട്, അരേ വംശ പരിപാലന യോഗമുണ്ട്. തെറ്റിപ്പോരുത് ഹാളി പോകുമ്പോ. അരേ വംശോധാരിണി സഭ ഏതാണ്? വംശധാരിണി സഭ പണ്ഡിറ്റ് കറുപ്പൻ. അരേ വംശ പരിപാലന യോഗം തെറ്റിപ്പോരുത്. അങ്ങനെ ചോദിച്ചാൽ വേലിക്കുട്ടി അരയൻ. നമ്മുടെ അരേ സമാജം 1907. അതങ്ങ് പഠിച്ചേക്കണേ, വർഷവും കൂടെ പഠിച്ചേരെ. അരേ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. സെറ്റാണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഗുരുക്കന്മാരുടെ ഗുരു എന്ന് വിളിക്കുന്നത് തൈക്കാടയ്യ. നിരീശ്വരവാദികളുടെ ഗുരു എന്ന് വിളിക്കുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി. ബാലഗുരു എന്ന് വിളിക്കുന്നത് വാഗ്ഭടാനന്ദന്റെ വിശേഷണം. അപ്പൊ ഗുരുക്കന്മാരുടെ ഗുരു തൈക്കാടയ്യ, നിരീശ്വരവാദികളുടെ ഗുരു ബ്രഹ്മാനന്ദ ശിവയോഗി, ബാലഗുരു എന്നറിയപ്പെടുന്നത് ആരെയാണ്? വാഗ്ഭടാനന്ദനെയാണ്. അല്ലെ? മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. ദൈവദാസൻ എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഇദ്ദേഹത്തെ നേരത്തെ എന്താ നമ്മൾ പഠിച്ചത്? കേരള സാക്ഷരതയുടെ പിതാവാര കുര്യാക്കോസ് ഏലിയാസ് ദേവറെ. അപ്പം മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞത് ബ്രഹ്മാനന്ദ ശിവയോഗി. മോക്ഷപ്രദീപം അല്ലെ? മോക്ഷപ്രദീപമാണ് ഇദ്ദേഹത്തിന്റെ കൃതി. മോക്ഷപ്രദീപ ഖണ്ഡനം ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ്. ചട്ടമ്പിസ്വാമികൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ശ്രീനാരായണ ഗുരുവിന്റെ സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘം സ്ഥാപിച്ചത് 1917 വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതും 17. കണ്ടോ? നല്ലൊരു ക്വസ്റ്റ്യൻ. അപ്പം സഹോദരൻ അയ്യപ്പന്റെ സഹോദര സംഘം വന്നത് 17. വാഗ്ഭടാനന്ദന്റെ ആത്മവിദ്യാ സംഘം വന്നത് ഏത് വർഷമാണ്? 1917 അല്ലെ? ശ്രീനാരായണ ഗുരു ജനിച്ചത് 1856 ഓഗസ്റ്റ് 20 ചെമ്പഴന്തി. ശ്രീനാരായണ ഗുരു മരിച്ചത് 1928 സെപ്റ്റംബർ 20 ശിവഗിരി. ജനനവും മരണവും കണ്ടോ? ഇത് രണ്ടും ഇമ്പോർട്ടൻറ്റ്. ജനനവും മരണവും അവധി പ്രഖ്യാപിക്കുന്ന നവോത്ഥാന നായകനാരാ? ശ്രീനാരായണ ഗുരു. ജനിച്ചത് ആഗസ്റ്റ് 20, മരിച്ചത് സെപ്റ്റംബർ 20 അല്ലെ? അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ. അപ്പം അത് ഇല്ല കന്നി 5 എന്നൊക്കെ പഠിക്കത്തില്ലേ? മരണവുമായി ബന്ധപ്പെട്ട് ശ്രീനാരായണ ജയന്തിയും പഠിക്കും. അത് ആലുവയിൽ അദ്വൈതാശ്രമമുണ്ട്, കാലടിയിൽ അദ്വൈതാശ്രമമുണ്ട്. ആലുവയിലെ അദ്വൈതാശ്രമം നമ്മുടെ ശ്രീനാരായണ ഗുരു തന്നെയാണ് സ്ഥാപിച്ചത്. കാലടിയിൽ ഒരു അദ്വൈതാശ്രമം ആഗമാനന്ദ സ്വാമികളാണ്. കാലടിയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആരാണ്? ആഗമാനന്ദ സ്വാമികൾ. ഇദ്ദേഹത്തെ കേരളത്തിന്റെ വിവേകാനന്ദൻ എന്ന് വിളിക്കുന്നത്. കേരളത്തിന്റെ വിവേകാനന്ദൻ എന്നൊരു അപരനാമാർക്കാണ് ഈ കാലടിയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച ആഗമാനന്ദ സ്വാമികളെയാണ്. പ്രബുദ്ധ കേരളം ഇദ്ദേഹത്തിന്റെ ഒരു പത്രമാണ്, പ്രബുദ്ധ കേരളം.
അപ്പൊ ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ഈ അദ്വൈത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാ? അദ്വൈത സിദ്ധാന്തം അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ശങ്കരാചാര്യർ അല്ലെ. കാലടിയുമായി ബന്ധപ്പെട്ട അദ്വൈത സിദ്ധാന്തം കൊണ്ടുവന്നത് ശങ്കരാചാര്യരാണ് അല്ലെ. ഇനി 2 പത്രങ്ങൾ എഴുതിയേക്ക് നോക്കേ. അൽ ഇസ്ലാം, അൽ അമീൻ. അൽ ഇസ്ലാം എന്ന പത്രം വക്കം അബ്ദുൽ ഖാദർ മൗലവി, കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് ഇദ്ദേഹമാണ്. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അൽ ഇസ്ലാം ആണ് അദ്ദേഹത്തിന്റെ പത്രം. അൽ അമീൻ എന്ന് പറയുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനെ, കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിളിക്കുന്ന ഇദ്ദേഹത്തെയാണ്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന അപരനാമം ആരുടെ? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹ ജാഥ നയിച്ചത് ഇദ്ദേഹമാണ്. നമുക്ക് 3 ഉപ്പു സത്യാഗ്രഹ ജാഥയില്ലേ? കണ്ണൂര്, പയ്യന്നൂര്, കേളപ്പൻ. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹ ജാഥ നയിച്ചത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. പാലക്കാട് ഒരു ഉപ്പു സത്യാഗ്രഹ ജാഥയുണ്ട്, കൃഷ്ണസ്വാമി അയ്യർ എന്ന് പറയാറില്ലേ, കൃഷ്ണസ്വാമി അയ്യർ. അപ്പം മുഹമ്മദ് അബ്ദുൾ റഹ്മാനെയാണ് കേരളത്തിന്റെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ പത്രം ഏതാണ്? അൽ അമീൻ എന്ന പത്രമാണ് അദ്ദേഹത്തിൻ്റെത്. അടുത്തൊക്കെ കേരളത്തിന്റെ എബ്രഹാം ലിങ്കൺ എന്ന് വിളിക്കുന്നത് പണ്ഡിറ്റ് കറുപ്പനെ, കേരള ലിങ്കൺ. അതുപോലെ കേരള വോൾട്ടയർ എന്ന് വിളിക്കുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. കേരള വോൾട്ടയർ, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. 1910 സെപ്റ്റംബർ 26 അദ്ദേഹത്തെ നാട് കടത്തുന്നത്. സ്വദേശാഭിമാനി നാട് കടത്തിയത് 1910 സെപ്റ്റംബർ 26. എവിടോട്ടാ നാട് കടത്തുന്നത്? മദ്രാസിലെ തിരുനെൽവേലിക്ക് അടുത്തുള്ള അരുവായ്മൊഴി എന്ന് പറയുന്ന സ്ഥലത്ത്. തിരുനെൽവേലിയിലെ അരുവായ്മൊഴി എന്ന് പറയുന്ന സ്ഥലത്ത് 1910 സെപ്റ്റംബർ 26. അപ്പൊ കേരള ലിങ്കൺ എന്ന് വിളിക്കുന്നത് പണ്ഡിറ്റ് കറുപ്പനെയും കേരള വോൾട്ടയർ എന്ന് വിളിക്കുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എവിടെയാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നെയ്യാറ്റിങ്കര കേട്ടോ. അതുകൊണ്ട് ഇദ്ദേഹത്തെ നെയ്യാറ്റിങ്കരയുടെ രാജകുമാരൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. നെയ്യാറ്റിങ്കരയുടെ രാജകുമാരൻ എന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ അറിയപ്പെടുന്നുണ്ട്. അല്ലാതെ നമ്മുടെ മാർത്താണ്ഡവർമ്മയെ അറിയുവേ? നെയ്യാറ്റിങ്കരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. അപ്പം നെയ്യാറ്റിങ്കരയുടെ രാജകുമാരൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തി നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ. സ്വദേശാഭിമാനിക്ക് ആ സ്ഥാനപ്പേര് കൊടുത്തത് മലേഷ്യയിലെ മലയാളികളാണ്. സ്വദേശാഭിമാനി എന്ന സ്ഥാനപ്പേര് കൊടുത്തത് ആരാണ്? മലേഷ്യൻ മലയാളികളാണ്. അപ്പൊ നാട് കടത്തിയ വർഷം പറ? 1910 സെപ്റ്റംബർ 26. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ നാട് കടത്തിയ ഡേറ്റ്? സെപ്റ്റംബർ 26. ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, സി രാജഗോപാലാചാരി അല്ല, പി രാജഗോപാലാചാരി എന്നൊരു ദിവാൻ. ശ്രീമൂലം തിരുനാളിന്റെ കാലത്ത് പി രാജഗോപാലാചാരി എന്ന ദിവാനാണ് ഇദ്ദേഹത്തെ നാട് കടത്തുന്നത്. എൻ്റെ നാടുകടത്തൽ ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാ. സ്വദേശാഭിമാനിയുടെ ആത്മകഥയുടെ പേരേതാണ്? എൻ്റെ നാടുകടത്തൽ. ഈ സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദറ. പക്ഷെ ഇതിന്റെ 2ാമത്തെ എഡിറ്ററാണ് ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഏതാണ്? സ്വദേശാഭിമാനി പത്രമാരുടെയാ? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇതിന്റെ 2ാമത്തെ എഡിറ്ററാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ആദ്യത്തെ എഡിറ്റർ പി ഗോവിന്ദപിള്ളയുടെ. ആദ്യത്തെ എഡിറ്റർ ആരാണ്? പി ഗോവിന്ദപിള്ളയാണ്. അപ്പൊ കേരള ലിങ്കൺ ആരാ? പണ്ഡിറ്റ് കറുപ്പൻ. അരേ സമാജം ആരുടെയാ? പണ്ഡിറ്റ് കറുപ്പൻ. ജാതിക്കുമ്മി ആരുടെയാ? പണ്ഡിറ്റ് കറുപ്പൻ. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്ന്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് റിവിഷൻ നടത്തട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ആരുടെ ആദ്യ കൃതി? ശ്രീനാരായണ ഗുരു. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരു. ശാകുന്തളം വഞ്ചിപ്പാട്ട് പണ്ഡിറ്റ് കറുപ്പൻ. അതുപോലെ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രാമപുരത്ത് വാര്യർ. വള്ളംകളിയുടെ പാട്ട് ഏതാണ്? രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടാണ് നമ്മൾ വള്ളംകളിക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, അരേ സമാജം സംഘടനകൾ പറഞ്ഞ് SNDP ഏത് വർഷം? 1903 ശ്രീനാരായണ ഗുരു. SNDP ഏത് വർഷം? 1903 ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു ആണെങ്കിലും കേരള നവോത്ഥാനത്തിന്റെ വഴികാട്ടി എന്ന് വിളിക്കുന്നത് വൈകുണ്ഠ സ്വാമികളെയാണ്. വഴികാട്ടി ആരാണ്? വൈകുണ്ഠ. 1836 സമത്വ സമാജം സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചിട്ടുണ്ട്. 1836 സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അത് കിട്ടുമല്ലോ. SNDP ഏത് വർഷം? 1903. 7ലാണ് 2 സംഘടനകൾ വന്നിട്ടുണ്ട്. 1907 വന്ന 2 സംഘടനകൾ ഏതൊക്കെയാണെന്നറിയാമോ? നമ്മുടെ അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘവും പണ്ഡിറ്റ് കറുപ്പന്റെ അരേ സമാജവും. ഏത് വർഷമാണ്? 1907. 8ലാണ് യോഗക്ഷേമ സഭ വരുന്നത്. 8 യോഗക്ഷേമ സഭ ആരാ? VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാട് 8 യോഗക്ഷേമ സഭ. 9 ഏതാണെന്നറിയാമോ? 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ.
പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ഏത് വർഷമാണ്? 1909 വരുന്നു. 1914 NSS സ്ഥാപിച്ചത്. മന്നത്ത് പത്മനാഭൻ NSS സ്ഥാപിച്ച വർഷം എന്നാണ്? 1914. 1917 സഹോദരൻ അയ്യപ്പന്റെ സഹോദര സംഘവും വാഗ്ഭടാനന്ദന്റെ ആത്മവിദ്യാസംഘവും. സഹോദരൻ അയ്യപ്പന്റെ സഹോദര സംഘവും വാഗ്ഭടാനന്ദന്റെ ആത്മവിദ്യാസംഘവും ഏത് വർഷമാണ്? 1917. സഹോദരൻ അയ്യപ്പന്റെ മിശ്രഭോജനവും സഹോദര സംഘവും ഇതൊക്കെ നമുക്ക് 17 പറയാം കേട്ടോ. 18 ആനന്ദ മഹാസഭ, ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആനന്ദ മഹാസഭ ആരുടെയാണ്? 1918. ജാതിനാശിനി സഭ എന്ന് കേട്ടിട്ടുണ്ടോ? ജാതിനാശിനി സഭ 1933 ബ്രഹ്മാനന്ദ ആനന്ദ തീർത്ഥൻ. 1933 ജാതിനാശിനി സഭ സ്ഥാപിച്ചതാരാണ്? ആനന്ദ തീർത്ഥനാണ്. കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ ശാഖ തുറന്നത് കോഴിക്കോടും ആര്യ സമാജത്തിന്റെ ശാഖ തുറന്നത് പാലക്കാടുമാണ് കേട്ടോ. ബ്രഹ്മസമാജം കോഴിക്കോടും ആര്യ സമാജം എവിടെയാണ്? പാലക്കാട്. കേരളത്തിന്റെ വന്ധ്യവയോധികൻ KP കേശവമേനോനല്ലേ? തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ബാരിസ്റ്റർ GP പിള്ള. മാതൃഭൂമി പത്രം കോഴിക്കോട് നിന്നാണെങ്കിൽ മലയാള മനോരമ പത്രം എവിടെ നിന്നാണ്? കോട്ടയം ജില്ലയിൽ നിന്നാണ് മലയാള മനോരമ. ഗാന്ധിജിയുടെ ആത്മകഥയെ പരാമർശിക്കുന്ന ഏക മലയാളി ആരാണ്? ഏക മലയാളി ബാരിസ്റ്റർ GP പിള്ളയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പിള്ളയെ നാട് കടത്തിയ വർഷം 1910 സെപ്റ്റംബർ 26. ആ സമയത്തെ ദിവാനാര? P രാജഗോപാലാചാരി. സ്വദേശാഭിമാനി എന്ന പത്രമാരുടെ? വക്ക അബ്ദുൾ ഖാദർ. ആദ്യ എഡിറ്റർ P ഗോവിന്ദപിള്ള. രണ്ടാമത്തെ എഡിറ്റർ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അല്ലെ, സ്വദേശാഭിമാനിയുടെ ജന്മസ്ഥലം എവിടെ? നെയ്യാറ്റിൻകരയിലാണ്. സ്വദേശാഭിമാനി എന്ന സ്ഥാനം കൊടുത്തത് ഏത് രാജ്യക്കാരാ? മലേഷ്യക്കാരാണ് സ്വദേശാഭിമാനി എന്ന സ്ഥാനം കൊടുത്തത്. കേരള സാക്ഷരതയുടെ പിതാവാരാ? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് കേരള സാക്ഷരതയുടെ പിതാവ്. അല്ലെ, അപ്പൊ ഓക്കെ. അപ്പൊ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പൊയ്കയിൽ യോഹന്നാനാണ്. മറ്റൊരു പേര് പറയാമോ? പൊയ്കയിൽ യോഹന്നാന്റെ കുമാര ഗുരുദേവൻ. പൊയ്കയിൽ യോഹന്നാന്റെ മറ്റൊരു പേരെന്താണ്? കുമാര ഗുരുദേവൻ. 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് പൊയ്കയിൽ യോഹന്നാൻ. NSSന്റെ ആസ്ഥാനം എവിടെയാണ്? ചങ്ങനാശ്ശേരിയിലെ പെരുന്നയാണ്. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ എൻ്റെ ജീവിത സ്മരണകളാണ്. എൻ്റെ ബാല്യകാല സ്മരണകൾ C അച്യുതമേനോന്റെ. AKGയുടെ ആത്മകഥ പഠിപ്പിച്ചല്ലോ. AKGയുടെ ആത്മകഥ എൻ്റെ ജീവിതകഥ. എൻ്റെ ജീവിതകഥ ആരുടെ ആത്മകഥയുടെ? AKGയുടെ ആത്മകഥയുടെ പേരാണ് എൻ്റെ ജീവിതകഥ എന്ന് പറയുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റിവിഷൻ നടത്തി തന്നത്, എന്നാലും കുറച്ച് പ്രയോജനപ്പെടുന്നതായിരിക്കും. കുറച്ച് നേരത്തെ വല്ലപ്പോഴും ഒരു അരമണിക്കൂർ ഫ്രീ കിട്ടുമ്പോൾ ഒരു റിവിഷൻ ക്ലാസ് പോലെ കേൾക്കുക. പ്രയോജനപ്പെടും ഉറപ്പായിട്ട്. നല്ലൊരു ഘട്ടമായിട്ട് ഇനിയും ഞാൻ വരും. തീർച്ചയായിട്ടും ഉടൻ തന്നെ അടുത്ത ആഴ്ച നിങ്ങൾക്കൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് വരും. ഒത്തിരി സന്തോഷത്തോടെ നിർത്തുന്നു. പഠിക്കുക, നല്ല നല്ല കമൻറ്റുകൾ ഇടുക. നിങ്ങളുടെ കമൻറ്റുകൾ വായിച്ചായിരിക്കും നമുക്കും ഒരു സന്തോഷം അടുത്ത ഒരു ക്ലാസ് എത്തിക്കാൻ വേണ്ടി. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ പോയിരുന്ന് പഠിക്കുക. എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം.